അമ്മേ, ഇവിടുത്തെ രോഗി അന്തേവാസികളൊക്കെ എവിടെ പോയി? അവര് നിന്റെ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോയിരിക്കുക. ആ, അതെന്തായാലും നന്നായി. ആ അജേഷ് വരുമ്പോ വാർത്ത ചോർത്തി കൊടുക്കാനായിട്ട് ഇവിടെ ആരും കാണൂലല്ലോ. അജേഷോ? അതാരാ? അജേഷിനെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അജേഷ് മോഹൻ, മറ്റേ വടക്കേതിലെ മോഹൻ സാറിന്റെ മോൻ. ഓ, അവനിപ്പോ വക്കീലല്ലേ? അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? വെറുതെ വരുന്നതല്ല, ഞാൻ വിളിച്ചൊരു കാര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി വരുന്നത്. എന്തിനാ നീ ഇപ്പൊ വക്കീലിനെയൊക്കെ വിളിച്ചു വരുത്തല്ലേ? വാ അജേഷേ. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഓ, ചേട്ടൻ മറിഞ്ഞു വീണ കാര്യമൊക്കെ ശിവാനി പറഞ്ഞിരുന്നു. ആളെന്തിയെ? ചന്ദ്രികയും നിഖിലും കൂടെ ചേട്ടനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോയിരിക്കുക. എന്നിട്ട് ചേച്ചി പോയില്ലേ? അവർ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോ അച്ഛന് വേദനിക്കുമല്ലോ, അത് അമ്മയ്ക്ക് കണ്ടേക്കാൻ പറ്റൂല. അപ്പോ അതുകൊണ്ട് അമ്മായി എന്നെ ചെല്ലണ്ടെന്ന് പറഞ്ഞ. അല്ലേ അമ്മേ? അജയ് ശരിക്കും ശിവാനി, അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നോട്ടീസ് അയക്കാൻ തന്നെയല്ലേ തീരുമാനം? ഓ, എന്ത് നോട്ടീസ്? ഞാൻ പ്രണവിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനായിട്ട് അങ്ങോട്ടൊരു നോട്ടീസ് അയക്കാൻ പോവാ. നീ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്താ? വാ പറയാം, വാ. അമ്മേ, വാ ഇങ്ങോട്ട്. എന്താ? എന്തൊക്കെ കോപ്രായങ്ങളാ ശിവാനി നീ കാണിക്കുന്നേ? ഇത്രയും കാലം ജീവിക്കുന്നെങ്കിൽ പ്രണവിന്റെ കൂടെ ആയിരിക്കും പറഞ്ഞിട്ട് ഇപ്പോ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നോ? ഒന്നാമത് നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി എടുക്കാൻ ഒരു വഴി ആലോചിക്കാ വീട്ടുകാര്. അപ്പോ നീ തന്നെ അതിന് മുൻകൈ എടുക്കാന്ന് പറഞ്ഞ എന്തൊരു പൊട്ടത്തരാ വേണേ? പിന്നല്ലാതെ എല്ലാ കാലവും ഞാനിവിടെ ദാരിദ്ര്യത്തിൽ കഴിയണോ? മര്യാദയ്ക്കൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ 5 രൂപയില്ല. ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ വക്കീലിനെ വിളിച്ചിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. എടീ, നീ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചു കൊടുത്താ അവരത് വായിച്ചിട്ട് അതിന് സമ്മതമാണെന്ന് തന്നെ പറയില്ലേ? പോങ്ങാനിരിക്കുന്ന നായയുടെ തലയില് തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ആവും കാര്യങ്ങള്. എങ്കിലേ ആ നായ നേരത്തെ തന്നെ മോങ്ങി തുടങ്ങി. അതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അന്ന് ആശുപത്രിയിൽ വെച്ച് ഗൗതം എന്നെ കൊണ്ടൊരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് വാങ്ങിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അത് വെച്ച് ഇപ്പൊ തന്നെ അവൻ എനിക്കൊരു നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അയച്ചോ? അതെപ്പോ? എന്നിട്ട് നീ അത് എന്നെ കാണിച്ചില്ലല്ലോ. പോസ്റ്റ്മാൻ നോട്ടീസായിട്ട് വന്നപ്പോ അങ്ങനെ ഒരാൾ സ്ഥലത്തില്ലാന്ന് പറഞ്ഞ് ഞാനത് തിരിച്ചയച്ചു. നീ കാണിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവരയച്ച വക്കീൽ നോട്ടീസ് തിരിച്ച് അങ്ങോട്ട് തന്നെ അയക്കുന്നോ? അതെ, ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തത്. ഞാനിപ്പോ വക്കീലിനെ കൊണ്ടത് അയപ്പിക്കുന്നതേ വിവാഹമോചനം നേടാനാണെന്നാണോ അമ്മ വിചാരിച്ചേക്കുന്നത്? പിന്നെന്താ ഉദ്ദേശിക്കുന്നേ? ഈ നോട്ടീസ് അങ്ങോട്ട് ചെല്ലുമ്പോ ഈശ്വരമംഗലത്തുകാർക്ക് ഒരു ലോട്ടറി അടിച്ച സന്തോഷമായിരിക്കും. എല്ലാം റെഡിയായെന്നും ഞാനായിട്ട് തന്നെ ഒഴിഞ്ഞു പൊയ്ക്കോളൂ എന്നും പ്രതീക്ഷിച്ച് അവര് വരും. അപ്പോ കൗൺസിലിംഗ് നേരെ ഏർപ്പാടുണ്ട്. കൗൺസിലിങ്ങിന് മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെന്ന് ഞാനങ്ങ് പറയും. എന്നിട്ടെന്താ, നഷ്ടപരിഹാരമായിട്ട് ഒരു വലിയ എമൗണ്ട് ഞാൻ ആവശ്യപ്പെടും. അതൊക്കെ അവര് തരും. കുറച്ച് പണം പോയാലും ഈ ശല്യം ഒഴിവായി കിട്ടുമെന്നല്ലേ അവര് ചിന്തിക്കൂ. അങ്ങനെയൊന്നും ഞാൻ ഒഴിഞ്ഞു പോവില്ല. പറഞ്ഞുറപ്പിക്കുന്ന എമൗണ്ടില് പാതിയെങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചെടുക്കും. അത് കഴിഞ്ഞ് കോടതിയിൽ ചെന്ന് ഞാൻ അന്തസ്സായിട്ട് കാലുമാറും. ഡിവോഴ്സിന് താല്പര്യമില്ല എന്ന് പറയും. ജഡ്ജിയുടെ മുന്നിൽ നിന്ന് ഒരൊറ്റ കരച്ചിൽ, എന്നെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിച്ചതാണെന്ന് പറയും. എനിക്ക് പ്രണവില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പറയും. ഞങ്ങളെ ഒന്നിപ്പിച്ച് തരണമെന്നും ജഡ്ജിയോട് ഞാൻ അപേക്ഷിക്കും. പിന്നെ ജഡ്ജിക്ക് അതല്ലേ പണി? ആ പണിയൊന്നും ജഡ്ജി ചെയ്യണ്ട. പക്ഷെ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടുന്ന പണം കൊണ്ട് ഞാൻ നിധിക്കെതിരെയുള്ള യുദ്ധം തുടങ്ങും. ഈശ്വരമംഗലത്തേക്ക് ഞാൻ ചെല്ലാതിരിക്കാൻ സർവ്വ തടസ്സവും സൃഷ്ടിക്കുന്നതാ നിധിയെ. ആദ്യം ഞാൻ നിധിയെ ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കും. എന്നിട്ടാണ് ഈശ്വരമംഗലത്തേക്കുള്ള എന്റെ തിരിച്ചുപോക്ക്. ഇതൊരുമാതിരി മൂക്കി തൊടാൻ 3 പ്രാവശ്യം വലം വെക്കുന്ന പോലെ ഉണ്ട്. നടക്കുന്ന കാര്യം വലുതും ആണോ ഇത്? അമ്മ കരുനാക്കെടുത്തൊന്നും വളയ്ക്കാതിരുന്നാ മതി, എല്ലാം നടന്നോളൂ. ഇങ്ങോട്ട്